നമ്മൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ പണ്ട് ലഹരി എന്ന് പറയുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന വാക്കുകളായിരുന്നു മദ്യം, സിഗരറ്റ് അല്ലെങ്കിൽ കഞ്ചാവ്. ഇന്ന് ആ ലിസ്റ്റ് എന്ന് പറയുന്നത് നീണ്ടു. പേരുകൾ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത പല പേരുകളും ആ ലിസ്റ്റിൽ വന്നു. അതിനിരയായിക്കൊണ്ടിരിക്കുന്നതും ചെറു പ്രായം മുതലുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉണ്ട് ആ ലിസ്റ്റിൽ. ന്യൂസ് ഈ ഇടയ്ക്ക് ഞാൻ കേട്ടു, 12 വയസ്സുള്ള ചേട്ടൻ 10 വയസ്സുള്ള അനിയത്തിക്ക് കൊടുക്കുന്നത് MDMA. അത് കാരണം ആളുകൾ അടിച്ചു കൊല്ലുന്നു, മാതാപിതാക്കളെ കൊല്ലുന്നു, സഹോദരനെ അറിയുന്നില്ല, സഹോദരിയെ അറിയുന്നില്ല, അമ്മയാരെന്ന് അച്ഛനാരെന്ന് അറിയപ്പെടുന്നില്ല. ശരിക്കും എന്താണ് ഈ MDMA? MDMA എന്ന് പറയുന്നത് 1912 മെർക്ക് എന്ന് പറഞ്ഞ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പേറ്റന്റ് ഏറ്റെടുത്തിട്ടുള്ള ഒരു സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഡ്രഗ് ആയിരുന്നു. കാരണം അതിനൊരു ഹാലുസിനോജൻ എഫക്റ്റ് ഉള്ളത് കൊണ്ട് അത് ശരിക്കും PTSD, ഒബിസിറ്റി, ADHD പോലത്തുള്ള ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു ഡ്രഗായിരുന്നു. ശരിക്കും MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,4 മെഥിലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന് പറഞ്ഞ ഒരു ഡ്രഗാണ്. 1912 ഈ ഒരു ഡ്രഗ് കണ്ടുപിടിച്ചതിന് ശേഷം അത് ലേറ്റർ ഒരു റിക്രിയേഷണൽ ഡ്രഗായി മാറി. കാരണം അത് മൂഡ് എലിവേറ്റ് ചെയ്യും, നമ്മുടെ ഡോപ്പമിൻ റിലീസ്, സെറോട്ടോണിൻ റിലീസ്, അങ്ങനെ പലതിനെയും ഇതാക്കുന്നത് കൊണ്ട് അതിനൊരു റിക്രിയേഷണൽ പേർപ്പസിലേക്ക് ഇത് മാറി. ലേറ്റ് 1980കളിൽ ഇതിനെ ഷെഡ്യൂൾ 1 കാറ്റഗറിയിൽ പെട്ട് ഇതിനെ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു, അല്ലെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ഡ്രഗ്സിലേക്ക് ഇത് വന്നു. ഇത് ശരിക്കും എന്ത് എഫക്ട്സ് ആണ് നമ്മൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്നത്? ഇതൊരു റീക്രിയേഷണൽ ഡ്രഗ് ആയത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ്, പോസിറ്റീവായിട്ടുള്ള കുറച്ച് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റൻറ്റ് ഫീൽ ഓഫ്, അല്ലെങ്കിൽ ഒരു ജോയ്, അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ജോയ്, ഹാപ്പിനെസ്സും ഉണ്ടാകും. പെട്ടെന്ന് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറച്ചും കൂടെ സോഷ്യലബിളായിട്ട് സംസാരിക്കാൻ തുടങ്ങും, ടോക്കറ്റീവ് ആകും. അതുപോലെ അവരുടെ സെൻസറി പെർസെപ്ഷൻ, അതായത് എന്തെങ്കിലുമുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, സൗണ്ട്, ടച്ച്, ഇതൊക്കെ അതിനോടൊക്കെയുള്ള ഒരു സെൻസറി പെർസെപ്ഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇവർക്ക് കൂടുതലുണ്ടാകുന്നുണ്ട്. ലേറ്റർ ഇതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് എന്താണെന്ന് കണ്ടുപിടിച്ചു. അതിലൊന്നാണ് ടീത്ത് ഗ്രൈൻഡിങ്. അത് ഞാൻ ഇന്ന് പറയുന്നതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ മുതൽ നമ്മൾ ഗ്രൈൻഡിങ് കാണുന്നുണ്ട്. ശരിക്കും ഈ ഗ്രൈൻഡിങ് കാണുന്നത് സ്ട്രെസ്സ്, ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് നമ്മുടെ പല്ലുകൾ തേഞ്ഞു പോകും, കംപ്ലീറ്റ്ലി അത് തേഞ്ഞു പോകും. നല്ല ഈ സാധനമാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര കൂടുതലായിരിക്കും MDMA യൂസ്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളിൽ അത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അവരുടെ ജോ ക്ലെൻജിങ് കൂടും, ജോ മൂവ്മെൻറ്റ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം, ഭയങ്കര ചൂട്, അതായത് ഭയങ്കരമായ ഹൈപ്പോതെർമിയ, അതായത് ഹീറ്റ് റിലീസ് ചെയ്യാൻ തുടങ്ങും, ഛർദ്ദിക്കാൻ, വോമിറ്റിംഗ് ടെൻഡൻസി, തലകറക്കം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻക്രീസ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും വരും. ഈവൻ അത് കാർഡിയാക് അറസ്റ്റിലേക്ക് വരെ ലേറ്റർ എത്തിയേക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ്. എന്നിട്ടും ഇത് ഒരു റീക്രിയേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടി ഡ്രഗായിട്ട് അത് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 3 വേസിലാണ് നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്നാമത് സെറോട്ടോണിൻ റിലീസ്, 2 ഡോപ്പമിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ റിലീസ്, അല്ലെങ്കിൽ ന്യൂറോടോക്സിസിറ്റി. അപ്പോൾ സെറോട്ടോണിൻ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെൻസറി ഏരിയാസിനെ എഫക്റ്റ് ചെയ്തിട്ട് ഒരു സെൻസ് ഓഫ് ലവ്, ഇമോഷൻസ്, കണക്ഷൻ ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നതോടുകൂടെ ഭയങ്കര എനർജി ആയിരിക്കും, ഭയങ്കര ഇൻക്രീസ്ഡ് അലേർട്ട്നെസ് ഉണ്ടാവും, അതായത് ഭയങ്കര ഒരു വിജിലൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ന്യൂറോടോക്സിസിറ്റി കാരണം ലോങ് ടേമിലേക്കാണ് ഇത് ബ്രെയിൻ അഫക്റ്റ് ചെയ്യുന്നത്. ഇത് ലോങ് ടേം ഇമ്പാക്റ്റ് എന്താണ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക്, മൂഡ് ഡിസോർഡേഴ്സിലേക്ക് ഒക്കെ വന്ന് മാറും. അങ്ങനെയാണ് ഇത് ലേറ്റർ MDMA ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തുന്നത്. ഒരു റിക്രിയേഷൻ പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടാണ് ലേറ്റർ ഇതിൻ്റെ ലോങ്ങർ ടൈം ഇമ്പാക്റ്റ് ആയിട്ട് ആളുകളെ കൊല്ലുന്നതും സൂയിസൈഡൽ ടെൻഡൻസീസ് കൂടുതൽ വരുന്നതും. അത് കാരണം സഹോദരനെയോ സഹോദരിയെയോ അമ്മയോ അച്ഛനെയോ ഫ്രണ്ട്സിനെയോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതിനു വേണ്ടിയിട്ട് ഇത് കിട്ടാതെ വരുമ്പോഴാണ് ആൾക്കാർ ബാക്കി ക്രൈംസിലേക്കൊക്കെ പോകുന്നത്.
അതായത് ഇതിന് വേണ്ടുന്ന ഫണ്ട് കിട്ടുക. കാരണം ഇതൊരു സിന്തറ്റിക് ഡ്രഗാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രഗാണ്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടുന്നത് അതിൻ്റെ പ്രോപ്പർ ഡ്രഗ്സ് ഒന്നും ആയിരിക്കില്ല. മേ ബി അതിനകത്ത് പലതും മിക്സ് ചെയ്തിട്ടൊക്കെ വരുന്ന ഡ്രഗ്സ് ആയിരിക്കാം. പക്ഷേ ഈ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ട് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ഡ്രഗാണ്. അപ്പോൾ എത്രമാത്രം എക്സ്പെൻസീവ് ആയിരിക്കാം അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അത് കിട്ടാതാകുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചെയ്യുന്നത് ക്രൈംസാണ്. മോഷണം, അല്ലെങ്കിൽ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും പോക്കറ്റിൽ നിന്ന് അവർ കഷ്ടപ്പെട്ട് കുറച്ച് മാറ്റി വെച്ചേക്കുന്ന പൈസ എടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി കുഞ്ഞു കുഞ്ഞു എന്താ പറയുന്നത് കള്ളത്തരങ്ങൾ പറയുക, കള്ളത്തരങ്ങൾ ചെയ്യുക. അവസാനം ഇതിന് ഡീലേഴ്സായി മാറുകയാണ് അവർ പോലും അറിയാതെ. ഇന്നും കൂടെ ഞാനൊരു ന്യൂസിൽ കേട്ടു, ഒരാൾ അയാളുടെ അനുഭവം ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പറയുകയാണ് ഒരു ന്യൂസ് ചാനലിൽ കൂടെ. അതായത് ഞാൻ ഡ്രഗ് യൂസ് ചെയ്യാമായിരുന്നു, ഞാൻ 10ാം ക്ലാസ് മുതൽ ഞാൻ ഇങ്ങനത്തെ ഡ്രഗ്സുകൾ യൂസ് ചെയ്യും, 15 വർഷമായിട്ട് ഞാൻ സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് പക്ഷേ ഇതൊരു അഡിക്ഷനായിട്ട് മാറിയില്ല, ദൈവം സഹായിച്ച്. അതിങ്ങനെ പക്ഷേ അയാൾ പറയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്ന 10, 11, 12th ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ ഈ 10th പഠിക്കുന്ന ഗേൾസ്, അവർ പറഞ്ഞ കാര്യമാണിത്. 10th, 11th, 12th പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു റിലേഷൻ ഉണ്ടാകുന്നു. ആ റിലേഷനിലുണ്ടാകുന്ന സമയത്ത് അപ്പുറത്തുള്ള ഓപ്പോസിറ്റുള്ള ചെക്കൻ അല്ലെങ്കിൽ ആ ഒരു അഫെയറുള്ള ആളുകൾ കൊടുക്കുന്നത് ജ്യൂസിലൊക്കെ MDMA കലക്കി കൊടുക്കും. കാരണം MDMA വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നൊരു ഡ്രഗാണ്. സോ അത് കൊടുത്ത് കുട്ടികൾക്ക് ഒരു തവണ കൊടുക്കും, 2 തവണ കൊടുക്കും. പിന്നെ കുട്ടികൾ ഇതില്ലാതെ പറ്റുന്നില്ല. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പം സെക്ഷൽ ഒരു ഏർജ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ആ ഒരു കുട്ടികളിൽ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാണ് കുട്ടികളെ, ഈ ഡ്രഗ്സ് വെച്ച് കുട്ടികളെ മിസ്യൂസ് ചെയ്യാണ്. ഇതറിയുന്നില്ല കുട്ടികൾ. പല പേരൻസും ഇതറിയാതെ പോകുന്നു. ഇന്ന് ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചു. എൻ്റെ അമ്മ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടൊരു ലൈക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അമ്മ പറയുന്നത് അവരുടെ ഡിസ്കഷൻസിൽ വരുന്നൊരു കാര്യമാണ്. അതായത് അവരുടെ ബാഗിൽ നിന്ന്, അതായത് കുട്ടികൾ സ്കൂളുകളിലുള്ള കുട്ടികളുടെ ബാഗിൽ നിന്നൊക്കെ ഇപ്പം ഡ്രഗ്സ് കിട്ടാൻ തുടങ്ങി. പണ്ട് നമ്മുടെയൊക്കെ ബാഗ് ചെക്ക് ചെയ്താൽ മിഠായി കവറും അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കും ചീപ്പും കണ്ണാടിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കാലത്ത് കുട്ടികളുടെ ബാഗിൽ നിന്ന് ഇപ്പം കിട്ടുന്നത് കോണ്ടമും അതുപോലത്തെ ഉള്ള ഡ്രഗ്സുകളുമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ് ഇതറിയുന്നില്ല. ശരിക്കും ഒരു ഡ്രഗ് എന്നുള്ള പേർപ്പസിൽ നിന്ന് വന്ന സാധനം ബാൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്രൊഹിബിറ്റ്, അല്ലെങ്കിൽ Schedule 1 ക്ലാസ് ചെയ്യപ്പെട്ട ഡ്രഗാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു, അതായത് ഇതിനൊരു കംപ്ലീറ്റ് ഇറോഷനൊന്നും നമുക്ക് പറ്റുമെന്ന് ഞാൻ പറയത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റാനൊന്നും പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് എന്തിനായിരുന്നു, ഇത് എന്ത് ചെയ്താൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന പോസിറ്റീവ് എഫക്ട്സ്, ഇന്ന നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട്, ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നതിനുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കുട്ടികളിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ചു പേരെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റും. പലരും പറയുന്നത് ഞാൻ കേട്ടു. പലരുടെയും കമൻസുകൾ ഞാൻ പറഞ്ഞ ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടിൻ്റെ താഴെ വന്ന കമൻസാണ്. ഇത് കാരണം എൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളിത് ചെയ്യാൻ പാടില്ല, എൻ്റെ സെക്കൻഡ് ലൈഫ് എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ എത്രയോ പേര് സെക്കൻഡ് ലൈഫിന് വേണ്ടി, ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടി നിൽക്കുന്നുണ്ടാവും. സോ അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എല്ലാവരും എഫേർട്ട് എടുക്കണം. നല്ല പാരൻറ്റിങ്, നല്ല ഗവൺമെൻറ്, നല്ല റൂൾസ്, നല്ല റെഗുലേഷൻസ്, കറക്റ്റായിട്ടുള്ള ശിക്ഷകൾ, ഇതെല്ലാം കറക്റ്റായിട്ട് പോകണം. അല്ലാതെ ഇന്ന് പിടിച്ച ആളെ നാളെ പറഞ്ഞു വിട്ടിട്ട് നാളെ അവൻ ഇന്ന് കൊടുക്കുന്നത് 10 ഗ്രാമാണെങ്കിൽ നാളെ അത് 20 ഗ്രാമായിട്ട് മാറും. ഇന്ന് ഒരാളെ വന്നെങ്കിൽ നാളെ ഒരു 3 പേരെ കൊല്ലും. അതൊക്കെയാണ് നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മൾ പറയാം നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം.